നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 9 മാസത്തെ ബഹിരാകാശത്തെ കാത്തിരിപ്പിനൊടുവിൽ സുനിത വില്യംസും ബുഷ് വിൽമോറും ഡ്രാഗൺ പേടകത്തിൽ വന്നിറങ്ങിയ ഇന്നലെ സുനിത വില്യംസിനോടൊപ്പം തന്നെ ചർച്ചയായത് കൽപ്പന ചൗളയാണ്. ഇതുപോലെ ലോകം കാത്തിരുന്ന ഒരു തിരിച്ചിറക്കത്തിൽ കത്തിച്ചാമ്പലായി നാമാവശേഷിയായ കൽപ്പന ചൗള ഇന്നും നമ്മുടെ മനസ്സിന്റെ വേദനയാണ്. 22 കൊല്ലം മുൻപായിരുന്നു ബഹിരാകാശ സഞ്ചാരിണിയായ ആദ്യ ഇന്ത്യക്കാരി കൂടിയായ കൽപ്പനയെ ദുരന്തം തേടിയെത്തിയത്. ടെക്സാസിന്റെ ആകാശത്തായിരുന്നു കൽപ്പനയെയും മറ്റ് 6 പേരെയും വഹിച്ച കൊളംബിയ ചിന്നിച്ചിതറി അഗ്നിക്കിരയായത്. 1962 മാർച്ച് 17 ഹരിയാനയിലെ കർണാലിൽ ജനിച്ച കൽപ്പന പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആദ്യത്തെ വനിതയാണ്. ആൺകുട്ടികൾക്ക് മാത്രം അഡ്മിഷൻ നൽകിയിരുന്ന കോഴ്സിൽ പഠനത്തിന് ചേരാൻ കൽപ്പനയ്ക്ക് അല്പമൊന്ന് പ്രയാസപ്പെടേണ്ടി വന്നു. ബിരുദാനന്തര ബിരുദമെന്ന സ്വപ്നവുമായി അമേരിക്കയിലേക്ക് പറന്ന കൽപ്പന 2ാം ബിരുദാനന്തര ബിരുദവും PhDയും പൂർത്തിയാക്കിയ ശേഷം 1988 നാസയിൽ ചേരുന്നത്. US പൗരത്വം നേടിയ കൽപ്പന ചൗളയ്ക്ക് ആത്മീയത കലർന്ന സംഗീതമായിരുന്നു ഏറ്റവും ഇഷ്ടം. രവിശങ്കറിന്റെ സിത്താർ ഈണങ്ങളോടും സവിശേഷ ഇഷ്ടം പുലർത്തിയ കൽപ്പന ചൗള സസ്യാഹാരിയായിരുന്നു. പക്ഷി നിരീക്ഷണം കൽപ്പനയുടെ വിനോദമായിരുന്നു. കൽപ്പന വിമാനം പറത്തുന്നതിൽ പ്രത്യേക മികവ് പുലർത്തിയിരുന്നു. നിരന്തരമായി അറിവ് വർദ്ധിപ്പിക്കണമെന്ന ആഗ്രഹം കൽപ്പനയെ പുസ്തകങ്ങളോട് കൂട്ടുകൂടാനും പ്രേരിപ്പിച്ചു. ഏറെ നാളത്തെ പരിശ്രമഫലമായി നാസയുടെ കൊളംബിയ എന്ന ബഹിരാകാശ വാഹന ദൗത്യത്തിൽ ഇടം നേടാനുള്ള അവസരം വന്നു ചേർന്നപ്പോൾ ആഹ്ലാദിച്ചത് അമേരിക്ക മാത്രമായിരുന്നില്ല. കാരണം കൽപ്പന എഴുതി ചേർത്തത് ഒരു ചരിത്രമായിരുന്നു. ബഹിരാകാശത്ത് പോയ ആദ്യ ഇന്ത്യക്കാരി എന്ന ചരിത്രം. ആദ്യ ദൗത്യത്തിനു ശേഷം നാസ കൊളംബിയയെ വീണ്ടും പരീക്ഷിച്ചപ്പോൾ അതിലും കൽപ്പനയെ ഒപ്പം ചേർത്തത് അവരുടെ അടങ്ങാത്ത താല്പര്യവും ആത്മസമർപ്പണവും കൊണ്ടായിരുന്നു. പക്ഷേ 2ാം ദൗത്യത്തിന്റെ അവസാന മണിക്കൂറിൽ 2003 ഫെബ്രുവരി 1 കൽപ്പനയും മറ്റ് 6 പേരും സഞ്ചരിച്ച കൊളംബിയ പൊട്ടിത്തെറിച്ച് ഛിന്നഭിന്നമായപ്പോൾ ലോകം കരഞ്ഞു. ചരിത്രം ബാക്കിയായി. അമേരിക്കൻ ബഹിരാകാശ ദൗത്യങ്ങളുടെ ഈറ്റില്ലമായ കെന്നഡി സ്പേസ് സെന്ററിൽ രാവിലെ തിരിച്ചെത്തുകയായിരുന്നു കൊളംബിയയുടെ ലക്ഷ്യം. എന്നാൽ ഭൗമാന്തരീക്ഷത്തിൽ പ്രവേശിച്ച് മുന്നോട്ട് ചലിക്കുന്നതിനിടെ കൊളംബിയയ്ക്ക് തീപിടിച്ചു. നിമിഷങ്ങൾക്കകം താൻ സ്വപ്നം കണ്ട ആകാശത്തു നിന്നു തന്നെ ഒരു നക്ഷത്രം കണക്കെ കൽപ്പനയും സംഘവും മിന്നിമറിഞ്ഞു. സുനിത വില്യംസിനും ബുഷ് വിൽമോറിനുമൊപ്പം ബഹിരാകാശ യാത്രികരായ നിക് ഹേഗും അലക്സാണ്ടർ ഗോർബനോവും 2025 മാർച്ച് 18 ചൊവ്വാഴ്ചയാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് പുറപ്പെടുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ബഹിരാകാശ പേടകത്തിന്റെ താപനില 1650 ഡിഗ്രി സെൽഷ്യസിൽ എത്തിയിരുന്നു. ഈ സമയത്ത് ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം ഏകദേശം 10 മിനിറ്റോളം നഷ്ടപ്പെടും. ഭൂമിയുമായുള്ള ആശയവിനിമയം പൂർണ്ണമായും തടസ്സപ്പെടുകയും ചെയ്തു. ഒരു ബഹിരാകാശ പേടകവുമായുള്ള ബന്ധം നഷ്ടപ്പെടുന്നത് ഹൃദയഭേദകമായ നിമിഷമാണെന്നാണ് സുനിത പറയുന്നത്. മിനിറ്റുകൾക്കുള്ളിൽ ഡ്രാഗൺ ക്യാപ്സ്യൂളിന് ഭൂമിയിലെ മിഷൻ നിയന്ത്രണവുമായുള്ള ബന്ധം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഈ നിമിഷം വളരെ നിർണായകമായി തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ഈ സമയത്ത് ക്യാപ്സ്യൂളിൽ ഇരിക്കുന്ന ബഹിരാകാശ യാത്രികർ പുറത്തേക്ക് നോക്കുമ്പോൾ അവർ ഒരു അഗ്നിഗോളത്തിൽ ഇരിക്കുന്നതായി തോന്നും. എന്നാലും ഈ സമയത്ത് അവർക്ക് താപനില അനുഭവപ്പെടുന്നില്ല. ക്യാപ്സ്യൂൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അതിന്റെ വേഗത മണിക്കൂറിൽ ഏകദേശം 28,000 കിലോമീറ്ററാണ്. ഈ വേഗതയിൽ ക്യാപ്സ്യൂൾ കടന്നു പോകുമ്പോൾ അത് അന്തരീക്ഷത്തിൽ ഉരസും. ഈ സമയത്ത് ഘർഷണം കാരണം ക്യാപ്സ്യൂൾ ഏകദേശം 3500 ഫാരൻഹീറ്റ് വരെ ചൂടാകും. അതായത് അതിന്റെ താപനില വലിയ അളവിൽ വർദ്ധിക്കുന്നു എന്നർത്ഥം. ക്യാപ്സ്യൂളിലെ ചില പ്രത്യേക ലോഹങ്ങൾ ചൂടിൽ നിന്ന് അതിനെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയത്ത് ക്യാപ്സ്യൂളിന്റെ സിഗ്നൽ നഷ്ടപ്പെടും. നാസയുടെ അഭിപ്രായത്തിൽ ഏകദേശം 7 മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് ക്യാപ്സ്യൂളിന്റെ സിഗ്നൽ ഇപ്രാവശ്യവും നഷ്ടപ്പെട്ടിരുന്നു. ഈ സമയമാണ് കൊളംബിയയ്ക്ക് അപകടം ഉണ്ടായത്. കൊളംബിയയുടെ ഇടതു ചിറകിൽ സംഭവിച്ച തകരാറാണ് തകർച്ചയ്ക്ക് കാരണമെന്നാണ് കണ്ടെത്തിയത്. താപകവചത്തിനും കേടുപാടുണ്ടായിരുന്നു. തിരിച്ചിറക്കത്തിനിടെ ഇടതു ചിറകുകൾക്ക് തീപിടിച്ചു. മിനിറ്റുകൾക്കുള്ളിൽ അഗ്നിഗോളമായി മാറുകയുമായിരുന്നു. ടെക്സസിന്റെ പല ഭാഗത്തും കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ പതിച്ചു. പ്രദേശവാസികൾ ഉയർന്ന സ്ഫോടന ശബ്ദവും പുകയും ആകാശത്ത് കണ്ടു. സാങ്കേതിക തകരാർ നാസ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും വേണമെങ്കിൽ നാസയ്ക്ക് ബഹിരാകാശത്ത് വെച്ചു തന്നെ പ്രശ്നപരിഹാരം നടത്താമായിരുന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങളും പിന്നീട് വന്നിരുന്നു. അതുകൊണ്ട് തന്നെ നാസയ്ക്ക് പോലും കൊളംബിയൻ ദുരന്തം വലിയ നാണക്കേടിന് വഴിവെച്ചു. 1981 കൊളംബിയയുടെ ആദ്യ ദൗത്യം.
97 നടന്ന മറ്റൊരു കൊളംബിയൻ ദൗത്യത്തിലായിരുന്നു കൽപ്പനയുടെ ദൗത്യമുണ്ടായത്. 2003 അത് അവസാന ദൗത്യവുമായി. ഇവിടെ സുനിത വില്യംസിനെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ ക്യാപ്സ്യൂൾ യാത്രയ്ക്ക് ആകെ 17 മണിക്കൂറാണ് സമയമെടുത്തത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:27 സുനിതയും ബുഷും ഫ്ലോറിഡ തീരത്ത് സുരക്ഷയോടെ ഇറങ്ങി. ഈ യാത്രയ്ക്കിടെയും ക്യാപ്സ്യൂളുമായുള്ള ബന്ധം 10 മിനിറ്റ് നേരത്തേക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതാണ് നിർണായക നിമിഷം എന്ന് സുനിത ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്. കൽപ്പന മരിച്ച വർഷങ്ങൾക്കു ശേഷം മകളുടെ ബഹിരാകാശ സ്വപ്നങ്ങളെക്കുറിച്ച് അച്ഛൻ ലാൽ ചൗള പറയുന്നത് ഇങ്ങനെയാണ്. ആദ്യമായി വിമാനം കാണുമ്പോൾ കൽപ്പനയുടെ പ്രായം 3-4 വയസ്സു മാത്രമാണ്. വീടിന്റെ ടെറസിൽ കളിക്കുമ്പോഴാണ് വിമാനം പറന്നു പോകുന്നത് കണ്ടത്. അവളുടെ ആവേശം കണ്ടതോടെ അടുത്തുള്ള ഫ്ലൈയിങ് ക്ലബിലേക്ക് കൊണ്ടുപോവുകയും ഒരു പൈലറ്റ് ഞങ്ങളെ സവാരിക്ക് കൊണ്ടുപോവുകയും ചെയ്തു. കൽപ്പനയുടെ സന്തോഷം വാക്കുകൾക്കതീതമായിരുന്നു. അവൾക്ക് എന്നും പറക്കണമെന്നായിരുന്നു ആഗ്രഹം. സ്കൂൾ കാലത്ത് പേപ്പർ കഷ്ണങ്ങൾ കൊണ്ട് വിമാനങ്ങൾ തയ്യാറാക്കുന്നത് കൽപ്പനയുടെ വിനോദമായിരുന്നുവെന്ന് അച്ഛൻ പറയുന്നു. ഒഴിവു സമയത്തെല്ലാം മകൾ പേപ്പർ പ്ലെയിനുകൾ പറത്തിക്കളിക്കുകയാണെന്ന് അധ്യാപകർ പരാതിപ്പെട്ടു. അതാണ് ക്രമേണ അവളെ ബഹിരാകാശ യാത്രികയാവാൻ പ്രേരിപ്പിച്ചതും. സ്കൂൾ കാലം കഴിഞ്ഞതോടെ പഞ്ചാബ് എഞ്ചിനീയറിംഗ് കോളേജിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനായി ചേർന്നു. അപ്പോഴും ഇന്ത്യയിൽ ആ കോഴ്സിന് ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞവരുണ്ട്. അതൊന്നും കൽപ്പനയുടെ വീര്യത്തെ കെടുത്തിയില്ല എന്നാണ് അച്ഛൻ ഓർക്കുന്നത്. താൻ ചെയ്ത ജോലി ഏറെ ആസ്വദിക്കുന്നതിനാലാണ് നാസയിൽ തുടർന്നത്. മികച്ച ശമ്പളം ലഭിച്ചിരുന്നുവെങ്കിലും കൂടുതൽ പണവും പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനായി സംഭാവന ചെയ്യുകയായിരുന്നു. കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, വിദ്യാഭ്യാസത്തിനു വേണ്ടി ദുരിതം അനുഭവിക്കരുത് എന്ന് കരുതിയിരുന്ന ആളാണ് കൽപ്പന എന്നും അച്ഛൻ ഓർക്കുന്നു. മരണശേഷം ഒട്ടേറെ ബഹുമതികളാണ് കൽപ്പനയെ തേടിയെത്തിയത്. US കോൺഗ്രസിന്റെ സ്പേസ് മെഡൽ ഓഫ് ഓണർ, നാസയുടെ സ്പേസ് ഫ്ലൈറ്റ് എന്നിവയെല്ലാം ഇതിൽപ്പെടും. മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ISROയുടെ ഒരു ബഹിരാകാശ ഉപഗ്രഹത്തിന് കൽപ്പനയുടെ പേര് സമർപ്പിച്ചിരുന്നു. ഇന്ത്യ വിക്ഷേപിച്ച മെറ്റ്സാറ്റ് 1 പിന്നീട് കൽപ്പന 1 എന്ന പേരിൽ അറിയപ്പെട്ടത്. 2002 സെപ്റ്റംബർ 12 ശ്രീഹരിക്കോട്ടയിൽ നിന്ന് മെറ്റ്സാറ്റ് 1 വിക്ഷേപിച്ചത്. കൽപ്പനയോടുള്ള ആദരസൂചകമായി പിന്നീട് ഉപഗ്രഹം പുനർനാമകരണം ചെയ്യുകയായിരുന്നു. യുവ വനിതാ ശാസ്ത്രജ്ഞരെ അംഗീകരിക്കുന്നതിനായി കർണാടക സർക്കാർ 2004 കൽപ്പന ചൗള അവാർഡ് ഏർപ്പെടുത്തി. കൽപ്പന ചൗളയുടെ സ്മരണയ്ക്കായി പല സംസ്ഥാനങ്ങളും സ്കോളർഷിപ്പുകളും ഏർപ്പെടുത്തി. നിരവധി തെരുവുകൾ, സർവകലാശാലകൾ എന്നിവയും കൽപ്പന ചൗള എന്ന് നാമകരണം ചെയ്തു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് വേണ്ട അവശ്യ സാധന സാമഗ്രികളടങ്ങുന്ന ചരക്കുകളുമായി അമേരിക്കയുടെ സിഗ്നസ് ബഹിരാകാശ പേടകം കൽപ്പന ചൗളയുടെ പേരിലാണ് യാത്ര തിരിച്ചത്. 2020 ഒക്ടോബർ 3 ഈ വിക്ഷേപണം ഉണ്ടായത്. ബഹിരാകാശ ദൗത്യത്തിൽ വിദഗ്ധയായിരുന്ന കൽപ്പനയുടെ സ്മരണാർത്ഥം തങ്ങളുടെ അടുത്ത ബഹിരാകാശ വാഹനത്തിന് SS കൽപ്പന ചൗള എന്ന് പേരു നൽകുമെന്ന് അമേരിക്കയുടെ ആഗോള ബഹിരാകാശ പ്രതിരോധ സാങ്കേതിക വിദ്യാ കമ്പനിയായ നോർത്ത്രോപ്പ് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. 3 മാസത്തോളമാണ് കൊളംബിയയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്താനായി നാസ കഠിന ശ്രമം നടത്തിയത്. ഇതിനായി പ്രത്യേക ജീവനക്കാർക്ക് ചുമതലയും കൊടുത്തു. ഈസ്റ്റ് ടെക്സസ് മുതൽ സതേൺ ലൂസിയാന വരെ ഇത് വ്യാപിച്ചു കിടന്നു. ഏറെ ദുഷ്കരമായ തിരച്ചിലിനൊടുവിൽ കണ്ടെത്തിയ അവശിഷ്ടങ്ങൾ അനധികൃതമായി കടത്താൻ വരെ ശ്രമം നടന്നിരുന്നു. ഇതിനിടെ തിരച്ചിലിനായി പോയ ഹെലികോപ്റ്റർ സാങ്കേതിക തകരാർ മൂലം തകരുകയും 2 പേരുടെ മരണത്തിന് കാരണമാവുകയും ചെയ്തു. ബെൽ 407 ഹെലികോപ്റ്ററാണ് ഇങ്ങനെ തകർന്നു വീണത്. 2 മാസത്തോളം നീണ്ടുനിന്ന തെരച്ചിലിനൊടുവിൽ 83,900 അവശിഷ്ടങ്ങളാണ് കണ്ടെടുത്തത്. കണ്ടെടുത്ത 40,000 അവശിഷ്ടങ്ങൾ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടുമില്ല. കെന്നഡി സ്പേസ് സെന്ററിലെ വെഹിക്കിൾ അസംബിൾസ് ബിൽഡിംഗിലെ ഉപയോഗിക്കാതെ കിടക്കുന്ന വലിയ മുറിയിലാണ് കണ്ടെത്തിയ അവശിഷ്ടങ്ങളൊക്കെയും സൂക്ഷിച്ചിട്ടുള്ളത്. കൽപ്പനയുടെ മരണശേഷം അവരുടെ ജീവിതം സിനിമയാക്കാൻ താൽപര്യപ്പെട്ട് നിരവധി സിനിമാ നിർമ്മാതാക്കൾ ഭർത്താവ് ജീൻ പിയറി ഹാരിസിനെ സമീപിച്ചിരുന്നു. പക്ഷേ അതെല്ലാം നിരസിക്കപ്പെട്ടു. കൽപ്പനയുടെ ജീവിതം സ്വകാര്യമായി തന്നെ തുടരട്ടെ എന്നായിരുന്നു ഹാരിസന്റെ നിലപാട്. മലയാളി വാർത്ത ഇൻസൈഡ്.